Good morning. Okay. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നാണോ കഴിഞ്ഞ ക്ലാസ്സിൽ? അതൊരു ക്ലാസ് കഴിഞ്ഞപ്പോ പോയതാണോ? 96 കുട്ടികളാണ് ജോയിൻ ചെയ്ത് കണ്ടേക്കുന്നത്. എന്ത് പറ്റി? ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു ബ്രേക്കിന് പോയതാണോ? എന്തായാലും ഓക്കെ, ജോയിൻ ചെയ്യുന്നവര് ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് ക്ലാസ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 115. ഓക്കെ, കുഴപ്പമില്ല. കാണാൻ പറ്റുന്നവര് അല്ലെ ജോയിൻ ചെയ്യാൻ പറ്റുന്നവര് കയറുക, അല്ലാത്തവര് റെക്കോർഡ് ക്ലാസ് കാണുക. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഇതാണ് CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. എന്താ CSSD എന്ന് പറഞ്ഞ? ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഇൻസ്ട്രുമെന്റ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക അല്ലെ. അല്ലെങ്കിൽ അറിയാം, നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അതിൽ കൂടെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം അല്ലെ, സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക. പിന്നെ നമ്മൾ അതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മൊഡ്യൂള് സെക്കൻഡ് മൊഡ്യൂളിലെ കേട്ടോ, സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ്. ഓക്കെ, ബ്ലഡ് ബാങ്ക് കഴിഞ്ഞ് നെക്സ്റ്റ് ചാപ്റ്റർ കേട്ടോ, 5ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ചാപ്റ്റർ 5 അല്ലേ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നിങ്ങള് മൊഡ്യൂള് വൈസ് നോക്കാട്ടോ. ഇതിനകത്തിപ്പോ ഇവിടുത്തെ നേരത്തെ കിടക്കുന്ന നോട്ടാണ്, PDF ആണ് ഇവിടെ കിടക്കുന്നത്. അതിനകത്ത് 21ാമത്തേതാണ്. ആ നമ്പർ കണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത് നിങ്ങളുടെ മൊഡ്യൂളില്, സെക്കൻഡ് മൊഡ്യൂളില് 5ാമത്തെ ചാപ്റ്റർ കേട്ടോ. ടെക്സ്റ്റ് ഉള്ള ഒരു ടെക്സ്റ്റിൽ നോക്കാം. സെക്കൻഡ് മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്. ഇനി എല്ലാം നമ്മൾ കണ്ടിന്യൂസ് എടുക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്ററുകളാണ് വരുന്നത്. ഇപ്പോ ബ്ലഡ് ബാങ്ക് 4ാമത്തെ ചാപ്റ്റർ ആയിരുന്നു സെക്കൻഡ് മൊഡ്യൂളിലെ. ഇനി അടുത്ത ചാപ്റ്റർ ആണ് 5ാമത്തത് CSSD. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, 5ാമത്തെ ചാപ്റ്റർ കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഫംഗ്ഷൻ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ഡിസൈൻ ഓഫ് എ CSSD-യുടെ ഡിസൈൻ ആ പറഞ്ഞത്. എന്താ പറഞ്ഞേക്കുന്നത്? സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ CSSD ഡിഫർ എന്തനുസരിച്ച? അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് സൈസ് ലൊക്കേഷൻ ഒക്കെ വ്യത്യാസപ്പെടാന്ന് പറഞ്ഞു. ഏതിനോട് ചേർന്നായിരിക്കണം? ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ആസ് പോസിബിൾ ടു ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ആൻഡ് വാർഡ്സ്. ഇതിനോടൊക്കെ സാധ്യമായ രീതിയിൽ അടുത്തായിരിക്കണം. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്ന ഡയറക്ഷൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ്? the CSSD layout should be designed in a unidirectional flow. അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞു ആ സെന്റൻസ് കേട്ടോ. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്പണിംഗ്, ആ ഡോറിൽ കൂടി എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ച് വരുന്നത്. നമ്മൾ കൊടുത്തിട്ട് അത് നമുക്ക് അത് ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ, തിരിച്ച് അതിൽ കൂടെ വരില്ല. അതുകൊണ്ടാണ് യൂണി ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്നതും നമുക്ക് തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്തത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് വേറെ സ്ഥലത്തുമായിരിക്കും. രണ്ടും ഒറ്റ ഇതല്ല, യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. പിന്നെ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഈ CSSD എവിടെയായിരിക്കണം? ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ OT. പിന്നെ അടുത്തത് പിന്നെ നമ്മൾ പറഞ്ഞത് അതിന്റെ ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ് 3 സോണുകൾ ഏതൊക്കെയാണ്? സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. സോയിൽഡ് എന്ന് പറഞ്ഞാൽ മലിനമായിട്ടുള്ള ഉപയോഗിച്ച സാധനങ്ങൾ ഇരിക്കുന്നത്. പിന്നെ അത് അടുത്തത് നെക്സ്റ്റ് സോൺ ആണ് ക്ലീൻ സോൺ, പിന്നെ സ്റ്റെറൈൽ സോൺ. ഇതിന്റെ ഇടയിൽ എന്തുണ്ടെന്നാ പറഞ്ഞ്? ബാരിയേഴ്സ് ഉണ്ട്, തടസ്സമുണ്ട്. ഓക്കെ, മൂന്നും അത് മിക്സ് ആവാതിരിക്കാൻ വേണ്ടി ബാരിയേഴ്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് പേജ് നോക്കിയേ. ദ പ്ലാനിങ് ഓഫ് CSSD. The materials or items from taint എന്ന് പറഞ്ഞ എന്താ പറഞ്ഞേ? കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ മലിനമാവുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ, taint. The materials or items from taint or contaminated and germ-free area should not get mixed. അത് മിക്സ് ആവാൻ പാടില്ല. അതായത് മലിനമായിട്ടുള്ള ഏരിയയും ജെയിം ഫ്രീ ആയിട്ടുള്ള നമ്മളത് ജെയിം ഫ്രീ ആക്കിയിട്ടുള്ള ക്ലീൻ ആക്കിയിട്ടുള്ളതും ആ ഏരിയയും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? മിക്സ് ചെയ്യാൻ പാടില്ല.
there should be physical fencing between soiled, clean and sterile zone. എന്തുണ്ട്? ഫിസിക്കൽ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ബാരിയർ തന്നെയാട്ടോ, തടസ്സമാണ്. There should be a physical fencing between soiled, clean, sterile zone. ഈ മൂന്ന് സോണുകൾ തമ്മില് അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ എന്തുണ്ട്? ബാരിയർ ഉണ്ട്, തടസ്സമുണ്ട്. സോ എന്തിനു വേണ്ടിയാ? So that the risk of cross infection spread is reduced. എന്തിനു വേണ്ടിയാ? ക്രോസ് ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞല്ലേ, ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പൊ മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടി, ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്നും സോണുകളും തമ്മിൽ അതിന്റെ ഇടയിൽ ബാരിയർ വെച്ചേക്കുന്നത്. സോ ദാറ്റ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ഈസ് റെഡ്യൂസ്ഡ്. എന്താ പറഞ്ഞേക്കുന്നത്? So that the risk of cross infection spread is reduced. അപ്പൊ അങ്ങനെ നമ്മൾ ആ ക്രോസ് ഇൻഫെക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ എന്താ പറയാ, ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതല്ലെങ്കിൽ അതിന്റെ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, മൈക്രോ ഓർഗാനിസം ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയായാലും ശരിയാണ്. ആ മൈക്രോ ഓർഗാനിസംസ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യുന്ന ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് സോണുകളും അതിന്റെ ഇടയിൽ ബാരിയർ വെച്ചിരിക്കുന്നത്. The clean area should be sustained at a positive pressure. Clean area എപ്പോഴും എന്താണ്? Sustained എന്ന് പറഞ്ഞ വേർഡ് മീനിങ് എന്താ? നിലനിർത്തുക, നിലനിർത്തുക, മെയിൻറ്റെയിൻ. The clean area should be maintained or sustained at a positive pressure. എന്താ? ഒരു ക്ലീൻ ഏരിയ എങ്ങനെ നിലനിർത്തണം? ഒരു പോസിറ്റീവ് പ്രഷർ നിലനിർത്തണം. The area of the work should be made for marble, granite or stainless steel. അപ്പൊ ആ ഏരിയ, വർക്ക് ഏരിയ ഓഫ് വർക്ക് ഷുഡ് ബി മെയ്ഡ് എന്തുകൊണ്ട് ഉണ്ടാക്കാം? മാർബിൾ ആകാം, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ആവാം, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആവാം. The sterilization must be arranged for. ഇനി ഇവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് പറയുന്നത്. ഏതാണ്? ഓട്ടോക്ലേവിംഗ്. കേട്ടിട്ടുണ്ട് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ സംഭവം? ഓട്ടോക്ലേവ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ അവിടെ പഠിക്കാനുണ്ട് കേട്ടോ, അന്നേരം ഞാൻ പറയാം. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ കുക്കർ ഒക്കെ പോലെ ഇരിക്കുന്ന സംഭവമാണ്. ഈ എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ഓട്ടോക്ലേവ്. അവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ മസ്റ്റ് ബി അറേഞ്ച്ഡ് ഫോർ ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം. ഓട്ടോക്ലേവിൽ എങ്ങനെയാ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? സ്റ്റീം സ്റ്റെറിലൈസിംഗ് വഴിയാണ്. സ്റ്റീം വഴിയാണ് എന്താണ് ഈ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. മനസ്സിലായില്ലേ? ഓട്ടോക്ലേവില് സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴിയാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. നോക്കിയേ, അല്ലെങ്കിൽ നോക്കിയേ, ആസ് വെൽ ആസ് ബൈ ഗ്ലാസ് അല്ലെങ്കിൽ ഗ്യാസ്, അല്ലെങ്കിൽ എങ്ങനെ നടത്താം? നമുക്ക് ഗ്യാസ് സ്റ്റെറിലൈസേഷനും നടത്താം. മനസ്സിലായോ? സ്റ്റെറിലൈസേഷൻ എങ്ങനെയാ അറേഞ്ച് ചെയ്തേക്കുന്നത്? ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം വഴി. അല്ലെങ്കിൽ നമുക്ക് ഓട്ടോക്ലേവിൽ എങ്ങനെ ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ? സ്റ്റീം വഴിയാണ്. അല്ലെങ്കിൽ ആസ് വെൽ ആസ് ബൈ ഗ്യാസ് വഴിയും സ്റ്റെറിലൈസേഷൻ ചെയ്യാം. അതായത് ചില മെറ്റീരിയലുകളില്ലേ, അത് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക് അവിടെ. ഈ കത്തീറ്റർ, പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ട്യൂബുകൾ, എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യാനുള്ള ട്യൂബുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, അങ്ങനെയുള്ളത് എന്താണ്? അങ്ങനെയുള്ള ആ ഐറ്റംസുകൾ നമുക്ക് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അത് ഉരുകി പോലെ ട്യൂബുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്യാസ് ആണ്. ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. 2 പേജ് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള, അടുത്ത പേജിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, എന്തായാലും സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ്? ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം വഴി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനും ചെയ്യാം. ഓക്കെ, ഇനി നോക്കിയോടെ ക്ലീൻ ഏരിയ പോയിന്റ് പ്ലീസ്. ക്ലീൻ ഏരിയ എന്താണ്? ക്ലീൻ ഏരിയ ഷുഡ് ബി സസ്റ്റൈൻഡ് അറ്റ് പോസിറ്റീവ് പ്രഷർ. ക്ലീൻ ഏരിയയിൽ ഒരു പോസിറ്റീവ് പ്രഷർ നിലനിർത്തണമെന്ന്, അതായത് എല്ലാം ക്ലീൻ ആയിരിക്കണം.
അവിടെ വേറെ കണ്ടാമിനേഷനോ അല്ലെങ്കിൽ ജെംസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവിടെ ഒരു പോസിറ്റീവ് പ്രഷർ അവിടെ നിലനിർത്തണം, അത്രേ പറഞ്ഞേക്കുന്നത്. അത് ആ ഏരിയ നമുക്ക് മാർബിളോ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലോ ആവാം. എന്നിട്ട് അവിടെ സ്റ്റെറിലൈസേഷൻ 2 രീതിയിലാണ് നടത്തുന്നത്. സ്റ്റീം വഴി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ഗ്യാസ് സ്റ്റെറിലൈസേഷനും നടത്താം. സ്റ്റീം വഴി ഏതാ ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവില് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് വരുന്നത് വർക്ക് ഫ്ലോ ആണ് കേട്ടോ. CSSTയിലെ വർക്ക് ഫ്ലോ നോക്കിയേ. ഇതിന്റെ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിക്കണം. വർക്ക് ഫ്ലോ ആണ്. ഇതിൽ ഏതെങ്കിലും മിസ് ചെയ്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ കറക്റ്റ് ദ ഫ്ലോ ചാർട്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. വർക്ക് ഫ്ലോ ആണ് കേട്ടോ. അതിന്റെ അപ്പൊ ഓർഡർ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിക്കുക. ഓരോ ഓർഡറും ക്ലിയർ ആയിട്ട് നോക്കുക. ഫസ്റ്റ് ആണ് റെസീറ്റ്. റെസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വാങ്ങുന്ന, റിസീവ് ചെയ്യുന്ന ഏരിയ. വാങ്ങുക, അതാണ് റെസീറ്റ്. റിസീവ് ചെയ്യുന്ന ഏരിയ റെസീറ്റ്. ദെൻ റിൻസിങ്. റിൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റിൻസിങ്, RINSING, റിൻസിങ്. അത് റിൻസ് ചെയ്യുന്നു, കഴുകുന്നു. ഓക്കെ, കഴുകുക. പിന്നെ അടുത്ത നോക്കിയേ, ക്ലീനിങ്. നെക്സ്റ്റ് എന്താ ചെയ്യുന്നേ? ക്ലീൻ ചെയ്യുന്നു. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ. റിൻസ് ചെയ്യുക, വെറുതെ ഒന്ന് കഴുകുക, ഒന്ന് വെള്ളം ഒഴിച്ച് വെറുതെ ഒന്ന് ഇതാക്കി എടുക്കുക. രണ്ടാമത്തെ ക്ലീൻ ചെയ്യുക. ഇനി ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത എന്താ ചെയ്യാ? ഡ്രൈയിങ്. ഇൻസ്ട്രുമെന്റ്സ് ഉണങ്ങാൻ അനുവദിക്കും, ഡ്രൈ ചെയ്യാൻ അനുവദിക്കും, ഡ്രൈയിങ്. ഇനി നോക്കിയ നെക്സ്റ്റ് എന്താ? ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ്. ചെക്ക് ചെയ്യും. ഇനി അതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ അൺഷാർപ്പൻഡ് ആയിട്ടുള്ളത് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റാത്തത് വളഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടോ നോക്കൂലേ? സിസറോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ എല്ലാം ഇനി ഉപയോഗിക്കാൻ പറ്റാത്തത്, ഡാമേജ് ആയിട്ടുള്ളതുണ്ടോ, ഈ ഷാർപ്പൻ അല്ലാത്തതുണ്ടോ, അല്ലെങ്കിൽ മോനെ പൊടിഞ്ഞു പോയതുണ്ടോ, വളഞ്ഞിരിക്കുന്നതുണ്ടോ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ട്രേയിലേക്ക് ആ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ എന്ത് ചെയ്യുന്നു? അസംബിൾ ചെയ്യും. മനസ്സിലായോ? ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ്. ഇതിന് ശേഷം ട്രേയിലേക്ക് അത് അസംബിൾ ചെയ്തതിനു ശേഷം പിന്നെ എന്താ ചെയ്യുക? സ്റ്റെറിലൈസേഷൻ. എന്നിട്ട് അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെക്കും. സ്റ്റെറിലൈസേഷൻ കൊടുക്കും. അതിനുശേഷം ലേബലിംഗ്. ലേബൽ ചെയ്യും. എന്താ? സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ്, അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ലേബൽ ചെയ്യും. അതിനുശേഷം ആ പാക്കറ്റിന്റെ മുകളിൽ ലേബൽ ചെയ്യും. ഓക്കെ, സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ലേബലിംഗ് ആണ്. സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റും അത് എത്ര നാൾ അത് ഉപയോഗിക്കാം എന്നുള്ളത് എക്സ്പയറി ഡേറ്റും ഒക്കെ ലേബൽ ചെയ്യും. നെക്സ്റ്റ് നോക്കി അവര് സ്റ്റോർ ചെയ്യും. സ്റ്റോറേജ്. അടുത്തത് എന്താ? ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ക്ലിയർ ആയോ? ആ വർക്ക് ഫ്ലോ അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിക്കാം. അതിന്റെ ഓർഡർ തെറ്റിച്ച് തരാം. അത് നിങ്ങളോട് കറക്റ്റ് ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ വർക്ക് ഫ്ലോ ഡയഗ്രാം റിലേറ്റഡ് CSST എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. CSST ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റലുകളിലുണ്ട്. ചെറിയ ഹോസ്പിറ്റലിൽ ഉണ്ടോന്ന് അറിയില്ല, എങ്കിലും അവിടെ ഉണ്ടാവും. സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടാവും. വലിയതായിട്ട് ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഇത് ഹോസ്പിറ്റലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSST എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ, ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടോ അതൊക്കെ എല്ലാം ഒന്ന് നോക്കുക. ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSST. എന്തായാലും സ്റ്റെറിലൈസ് ചെയ്യാതെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. സ്റ്റെറിലൈസേഷൻ ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ട്. ഓക്കെ, ഇനി നോക്കിയാൽ അതിന്റെ ഓർഡർ ഒന്ന് നോക്കിയേ. റിസീറ്റ്, റിൻസിങ്, cleaning, drying, checking and tray assembling, sterilization, labeling, storage, issue and distribution. Receipt എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യാന്നുള്ള മീനിങ്. അത് വാങ്ങും. ആ എക്യുപ്മെന്റ്സ് വാങ്ങണ്ടേ? എക്യുപ്മെന്റ്സ് CSST ഡിപ്പാർട്ട്മെന്റ് വാങ്ങും. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളത് കളക്ട് ചെയ്തിട്ട് അത് CSST അത് റിസീവ് ചെയ്യും. വാങ്ങുക എന്നുള്ള മീനിങ് ആയിട്ട് അത് വാങ്ങുക. ഓക്കെ, വാങ്ങി അത് റിൻസ് ചെയ്യും, ക്ലീൻ ചെയ്യും, ഡ്രൈ ചെയ്യാൻ അനുവദിക്കും. അതിനുശേഷം ചെക്ക് ചെയ്യും. ചെക്കിങ് ആൻഡ് എന്നിട്ട് ട്രേയിലേക്ക് അസംബിൾ ചെയ്യും. സ്റ്റെറിലൈസേഷൻ നടത്തും, പിന്നെ ലേബലിംഗ് നടത്തും, പിന്നെ അത് സ്റ്റോറേജ് ചെയ്യും. താൽക്കാലികമായിട്ട് CSST തന്നെ സ്റ്റോറേജ് ചെയ്യും. എന്നിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? അതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയ യൂസ്ഡ് എക്യുപ്മെന്റ്സ് ആണ്. ഉപയോഗിച്ച എക്യുപ്മെന്റ് ആണ് സ്റ്റെറിലൈസ് ചെയ്യാൻ വരുന്നത്. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്തത് വീണ്ടും വരേണ്ട ആവശ്യമില്ലല്ലോ.
സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ്ഡ് എക്യുപ്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ CSSD-യിലേക്ക് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് കൊണ്ടുവരും. ഓക്കെ, അടുത്ത നോക്കിയേ, അതിന്റെ ഓർഗാനോഗ്രാം ആണ്. ഇതിനകത്തും നമ്മൾ ഓർഗാനോഗ്രാം പഠിച്ചാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിലോ വർക്കിംഗ് റിലേഷൻ ഒക്കെ തമ്മിൽ കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. പേര് നമ്മൾ പഠിച്ചതാണ്. ഡയഗ്രാം ഷോ ദാറ്റ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് പീപ്പിൾ, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിഫറെന്റ് ലെവൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതിന്റെ ആ ഒരു തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാം അതാണ്. നോക്കി, അതിനകത്ത് ഏറ്റവും ടോപ്പിൽ ആരാണ്? CSSD ഇൻചാർജ് ഓർ മാനേജർ. ടോപ്പിൽ നിൽക്കുന്ന മാനേജർ ആണ്. അതിന്റെ തൊട്ട് താഴെ CSSD ടെക്നീഷ്യന്മാരുണ്ട്. അതിന്റെ താഴെ CSSD അസിസ്റ്റന്റുകളുണ്ട്. പിന്നെ അതിന്റെ താഴെയാണ് ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പേഴ്സ്. സ്റ്റോർ കീപ്പർ ആണ് കേട്ടോ. KEEPER. ഒന്ന് കറക്റ്റ് ചെയ്തത്. ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പർ. ഓക്കെ, സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്തോ? STOREKEEPER. സ്റ്റോർ കീപ്പർ. അതിന് ലാസ്റ്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ക്ലിയർ ആയോ? അതിനകത്ത് വേറെ ഒന്നും ഡീറ്റെയിൽ ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഓർഡർ കറക്റ്റ് പഠിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനും ഇങ്ങനെയായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു CSSD. അതിന്റെ ഓർഡർ തെറ്റിച്ചേരും. നമ്മൾ എന്ത് ചെയ്യാം? കറക്റ്റ് ഓർഡർ ഏതാന്ന് നോക്കി എഴുതുക. അല്ലെങ്കിൽ 4 ഓപ്ഷൻ തരും. ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് 4 ഓപ്ഷൻ ആക്കി തരും. കറക്റ്റ് ഓർഡർ എഴുതുക. നോക്കിയേ, CSSD ഇൻചാർജ് ഓർ മാനേജർ, തൊട്ട് താഴെ CSSD ടെക്നീഷ്യൻ, തൊട്ട് താഴെ CSSD അസിസ്റ്റന്റ്, തൊട്ട് താഴെയാണ് ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഓക്കെ, ക്ലിയർ അല്ലേ ഓർഗാനോഗ്രാം? ഇനി നെക്സ്റ്റ് നോക്കിയേ, ഫങ്ഷണൽ ഏരിയ അറ്റ് CSSD. CSSD-യുടെ ഫങ്ഷണൽ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ. ആദ്യം തന്നെ പറയാം, ഇതിനകത്ത് ഫങ്ഷണൽ ഏരിയാസ് ചോദിക്കും. ഇതും ഇതുപോലെ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിക്കണം. എന്നുവെച്ചാൽ ഓരോന്നും കഴിഞ്ഞിട്ട് അടുത്തത് ഏതാണെന്ന് ചോദിക്കാം. റിസീവിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏത് ഏരിയയിലേക്കാണ് പോകുന്നത്? ഇൻസ്ട്രുമെന്റ്സ് ക്ലീനിങ് ഏരിയയിലേക്ക്. അത് കഴിഞ്ഞ് ഏത് ഏരിയയിലേക്കാണ് പോകുന്നത്? അത് കഴിഞ്ഞ് ഏത് ഏരിയയിലേക്ക്? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് വർക്ക് ഫ്ലോ ഈ നമ്മള് ഫങ്ഷണൽ ഏരിയ ഈ ഡയഗ്രാം നമ്മൾ പഠിക്കണം. അവിടെ ടിക്കറ്റ് വെച്ചെല്ലാവരും നെക്സ്റ്റിന്റെ അവിടെ നോട്ട് ചെയ്തിട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയാൽ ഫസ്റ്റ് ആണ് റിസീവിംഗ് ഏരിയ. ഫങ്ഷണൽ ഏരിയ അറ്റ് CSSD. ഫങ്ഷണൽ ഏരിയയുടെ ഫസ്റ്റ് ഏരിയയുടെ വന്നേക്കുന്നത് ഓർഡറിൽ തന്നെ പഠിക്കണം. ഓർഡർ മാറ്റാൻ പാടില്ല. ഓർഡറിൽ പഠിക്കണം. റിസീവിംഗ് ഏരിയ ഫസ്റ്റ് ഏതാ? റിസീവിംഗും. പിന്നെ അടുത്ത ഏരിയ ക്ലീനിങ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഇൻസ്ട്രുമെന്റ്സ് ക്ലീനിങ് ഏരിയ. ദെൻ അത് കഴിഞ്ഞ് പാക്ക് ചെയ്യാവുന്നത് പാക്കിംഗ് ഏരിയയിലേക്ക് പോകും. ദെൻ അതിനുശേഷമാണ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകുന്നത്. ദെൻ അത് സ്റ്റോറേജ് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് താൽക്കാലികമായി CSSD-യിൽ തന്നെ അത് സ്റ്റോർ ചെയ്യും. സ്റ്റോറേജ് ഏരിയ. ദെൻ അതിനുശേഷമാണ് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിക്കാം. റിസീവിംഗ് എന്റെ ഒപ്പം തന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞു പോയതൊന്ന്. റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ക്ലിയർ ആയോ? റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഇനി ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് അവിടെ. ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞത്? ഏതാ ഫങ്ഷണൽ ഏരിയയിൽ ഏറ്റവും ആദ്യം വരുന്ന ഏതാ? റിസീവിംഗ് ഏരിയ ആണ്. റിസീവിംഗ് ഏരിയ. ഐറ്റംസ് used from several departments of the hospital are transferred to CSSD for cleaning and sterilization. അതായത് പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിച്ച ഐറ്റം ഹോസ്പിറ്റലിലെ CSSD-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്തിനു വേണ്ടിയാ? ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും. അല്ലെ? അപ്പൊ ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ടി ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉപയോഗിച്ചിട്ടുള്ള ആ എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഈ CSSD-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഒരു ഓർഡറിൽ നിങ്ങൾ അങ്ങ് പഠിച്ചു പോയാൽ മതി. items used from several departments of the hospital are transferred to CSSD for dash. എന്തിനു വേണ്ടിയാ? ഇങ്ങനെ എന്നെ ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഫോർ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ഓപ്ഷൻ ഉണ്ടാവും. ക്ലീനിങ്, ഓപ്ഷൻ ബി സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. രണ്ടും ഉണ്ട് കേട്ടോ.
cleaning and sterilization. ശ്രദ്ധിക്കുക, items used from several departments of the hospital are transferred to CSST. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും. preferably അനുയോജ്യമായ preferably the items which get stained with the blood or body fluid should be decontaminated with the sodium hypochlorite solution. Sodium hypochlorite solution in the user department itself before sending to CSST. Preferably, the items which get stained with the blood or body fluid should be decontaminated with the sodium hypochlorite solution in the user department itself before sending to CSST. എന്ന് പറഞ്ഞേക്കുന്നത് ഈ CSST-യിലേക്ക് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ ഈ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അവിടത്തെ ഉള്ളത് എന്ത് ചെയ്യുന്നു അറിയോ? ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്ത് ചെയ്യുന്നു? അതിനകത്തുള്ള ബ്ലഡോ ബോഡി ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു? ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ഡീകണ്ടാമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അണുവിമുക്തമാക്കും. എന്തുപയോഗിച്ചിട്ടാണ്? വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ പേരൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ CSST-യിലേക്ക് അയക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും? CSST-യിലേക്ക് അയക്കുന്നതിന് മുന്നേ അവര് ഈ ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? അവരത് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ഒരു ബ്ലീച്ച് പോലെ തന്നെ കേട്ടോ. അത് സൊല്യൂഷൻ ആണ്. അറിയാലോ, ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷൻ സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. അത് ഉപയോഗിച്ച് യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്ത് ചെയ്യുന്നു? ഒന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. അല്ലാതെ നേരെ ഉപയോഗിച്ച ആ ബ്ലഡ് പാടെ എല്ലാം CSST-യിലേക്ക് കൊടുക്കുന്നത്. മനസ്സിലാവില്ല നിങ്ങൾക്ക്? അത് നമ്മൾ ഉപയോഗിച്ച ആ പാടെ കൊടുക്കൂല. എന്ത് ചെയ്യുന്നു? അവര് ഒന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിൻസ് ചെയ്ത് അല്ലെങ്കിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? CSST-യിലേക്ക് അയക്കുന്നത്. അപ്പൊ CSST-യിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ അവര് യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഡീകണ്ടാമിനേറ്റ് ചെയ്യും. സൊല്യൂഷൻ ഏതാണ്? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ഇനി ഇവിടെ നോക്കിയേ, the accepting area of CSST should have an entry to outside through a window with a counter. ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞത് എന്താ? അവിടെ ഒരു പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ട്. എൻട്രി ടു ഔട്ട്സൈഡ് ത്രൂ എ വിൻഡോ വിത്ത് എ കൗണ്ടർ. ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോ, അത് വഴിയാണ് സാധനങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നത്. ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. കണ്ടാമിനേറ്റ് എന്ന് വെച്ചാൽ എന്താ? മലിനമാക്കുക. അപ്പൊ ഡീകണ്ടാമിനേറ്റ് എന്ന് വെച്ചാൽ എന്താ? അണുവിമുക്തമാക്കുക. അണുവിമുക്തമാക്കുക. ഡീകണ്ടാമിനേറ്റ് എന്താണ്? സ്പെല്ലിങ്ങോ എന്താണ് ചോദിച്ചേക്കുന്നത്? സോഡിയം ഹൈപ്പോ, അതിനകത്ത് സ്പെല്ലിംഗ് അവിടെ ഇല്ലേ? ക്ലോറൈഡ് സൊല്യൂഷൻ. In the user department itself before sending to CSST. CSST-യിലേക്ക് അയക്കുന്നതിന് മുന്നേ ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്ത് ചെയ്യുന്നു? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അതൊന്ന് അണുവിമുക്തമാക്കും. അതിനുശേഷമാണ് CSST-യിലേക്ക് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? അക്സെപ്റ്റിംഗ് ഏരിയ. അത് റിസീവ് ചെയ്യുന്ന CSST-യിൽ റിസീവ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ഷുഡ് ഹാവ് ആൻ എൻട്രി ടു ഔട്ട്സൈഡ് ത്രൂ എ വിൻഡോ വിത്ത് എ കൗണ്ടർ. ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ആണ്. അപ്പൊ ആ വിൻഡോയിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് റിസീവ് ചെയ്യുന്നത്. The item should be counted and received. അപ്പൊ എന്താ ചെയ്യുന്ന അവിടെ? അപ്പൊ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ഐറ്റംസ് ഇവർ എന്ത് ചെയ്യുന്നു? കൗണ്ട് ചെയ്യും, എണ്ണി തിട്ടപ്പെടുത്തും. എത്ര എണ്ണം ഉണ്ട് അവിടെ നോട്ട് ചെയ്യും. അത് അല്ലാതെ നമ്മൾ കൊണ്ടുവരുന്ന മുഴുവന് വാങ്ങി വെക്കല്ലേ, നമ്മളത് എണ്ണി നോക്കൂ അവര്. CSST-യിൽ കൗണ്ട് ചെയ്യും, എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ കൗണ്ട് ചെയ്തിട്ടാണ് അത് റിസീവ് ചെയ്യുന്നത്. The item should be counted and received. എത്ര ഐറ്റംസ് ഉണ്ട്, എത്ര മെറ്റീരിയൽ ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യും. അതിനുശേഷമാണ് റിസീവ് ചെയ്യുന്നത്. Subsequently, the instruments are examined and the unsharpened instruments are sorted out or disposed of. ഇവിടെ നോക്കിയേ,
നമ്മൾ പറഞ്ഞു അതിനുശേഷം സബ്സിക്വന്റ്ലി പിന്നീട് എന്താ ചെയ്യുന്നേ, ദ ഇൻസ്ട്രുമെന്റ്സ് ആർ എക്സാമിൻഡ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിന് മേടിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് കൗണ്ട് ചെയ്യും, അതിനുശേഷം റിസീവ് ചെയ്യും. റിസീവ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ ഇൻസ്ട്രുമെന്റ്സ് എക്സാമിൻ ചെയ്യും, ഒന്ന് പരിശോധിക്കും. പരിശോധിക്കും. ആൻഡ് എന്താ ചെയ്യുന്നത്, അൺഷാർപ്പൻഡ്, അവിടെ മൂർച്ചയില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പൊ അത് അൺഷാർപ്പൻഡ് ആയിട്ടുള്ള, ഷാർപ്പൻ ഇല്ലാത്തത് അതെന്ത് ചെയ്യുന്നു, ആർ സോർട്ടഡ് ഔട്ട് ഓഫ് ഡിസ്പോസ്ഡ് ഓഫ്. അവിടെ അൺഷാർപ്പ് അല്ലെങ്കിൽ അൺഷാർപ്പൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് സോർട്ടഡ് ഔട്ട് എന്ന് വെച്ചാൽ എന്താ, അല്ലെങ്കിൽ ഡിസ്പോസ്ഡ് ഒന്ന് ഉപേക്ഷിക്കും. അത് വെറുതെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഇത് പരിശോധനയും നടത്തും അവര്. ഇൻസ്ട്രുമെന്റ്സ് കൗണ്ട് ചെയ്ത് റിസീവ് ചെയ്തതിനു ശേഷം അവരെന്ത് ചെയ്യുന്നു, ആ ഇൻസ്ട്രുമെന്റ്സുകൾ പരിശോധിക്കും. അതില് മൂർച്ചയില്ലാത്തത് അൺഷാർപ്പൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഔട്ട്, അത് ഉപേക്ഷിക്കും. നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ ദ റെക്കോർഡ്സ്. അപ്പൊ ബാക്കിയുള്ളത് അൺഷാർപ്പൻഡിന് എക്സാമ്പിൾ പറയാമോ എന്ന് വെച്ചാൽ, മൂർച്ചയില്ലാത്ത എക്യുപ്മെന്റ്സുകൾ. ഇപ്പൊ നമ്മളൊരു സിസർ ആവാം, അത് നമുക്ക് നോക്കിയാൽ അറിയാലോ ഷാർപ്പൻ ഉണ്ടോ, ചിലപ്പോ അതിന്റെ ടിപ്പ് എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടാവാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഷാർപ്പൻ അല്ല, മൊനയില്ലാത്തത്. ഇങ്ങനെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എപ്പോഴും മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ ആ ഫ്ലോ പോകും. എപ്പോഴും മെസ്സേജ് വായിച്ച് അതിന് പറയുമ്പോൾ നമുക്ക് ആ കണ്ടിന്യൂറ്റി കിട്ടൂല ക്ലാസ്സിന്റെ. അത് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അൺഷാർപ്പൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, മൂർച്ചയില്ലാത്ത എക്യുപ്മെന്റ്സുകള്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും, ഞങ്ങൾക്കും ആ ക്ലാസ്സിന്റെ ഫ്ലോ കിട്ടില്ല. നിങ്ങൾ ഇവിടെ എഴുതുന്ന എല്ലാ മെസ്സേജുകളും വായിച്ച് അതിന് മറുപടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു സമയവും കൂടി വേണ്ടേ. നമുക്ക് ഈ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് എക്സാം നമുക്ക് നടത്തണം. മനസ്സിലാവണ്ടേ? നിങ്ങൾ ചോദിച്ചതിന് ഒരു ഇതായിട്ടല്ല ഞാൻ പറയണേ. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മൊത്തം മെസ്സേജ് വായിച്ച് മറുപടി പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ ഫ്ലോ കിട്ടില്ല. നിങ്ങൾക്കും അതെ. ഇവിടെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരാൾ ചോദിച്ച് മെസ്സേജ് ചോദിച്ച് അതിന് മറുപടി പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഫ്ലോ നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെടുക. നമ്മളൊരു ഓർഡറിലായിട്ട് പഠിച്ചു പോണത്. അപ്പൊ ഇത് കഴിയുമ്പോ, ഈ ഒരു പാരഗ്രാഫ് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ വല്ലോ ആദ്യം എന്താ ചെയ്യുക, അതിനുശേഷം അവരെന്താ ചെയ്യുക, അങ്ങനെ ആ ഓരോ ഓർഡർ കിട്ടണം. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കട്ടോ. ഞാൻ ഇത് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഓർഡർ ഞാൻ പറഞ്ഞുതരാം. ഓർഡർ നമ്മൾ പറഞ്ഞത് നമുക്ക് തന്നെ പറയാൻ പറ്റണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിയേ. അവിടെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, അപ്പൊ അൺഷാർപ്പൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ നമ്മൾ അങ്ങനെ മൂർച്ചയില്ലാത്തത്, പൊട്ടിപ്പോയതോ മൂർച്ചയില്ലാത്തതോ വളഞ്ഞു പോയതാകാം. ഇപ്പൊ എന്തെങ്കിലും എല്ലാരും ഓക്കെ ആവണമെന്നില്ലോ. ചിലപ്പോൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ സിസ്റ്റർ ഒടിഞ്ഞു പോകാം, ചിലപ്പോൾ അതിന്റെ മൂർച്ച പോകാം, വളഞ്ഞു പോകാം. അങ്ങനെയുള്ളതൊക്കെ അവരെന്ത് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യും, ഉപേക്ഷിക്കും. Necessary entries of the accepted items are made in records. ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ഐറ്റംസ് അതിന് റെക്കോർഡിൽ രേഖപ്പെടുത്തും. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത്ര ഐറ്റംസ് നമ്മൾ മേടിച്ചു, ഇത് തിരിച്ചു കൊടുക്കണ്ട അവർക്ക്. സ്റ്റെറിലൈസ് ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാനുള്ളതാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കണക്കില്ലാതെ ഒന്നും മേടിക്കാൻ പറ്റൂല്ലോ. തിരിച്ച് അത്രയും സാധനം അങ്ങോട്ടേക്ക് തന്നെ അയക്കണം. അതുകൊണ്ട് ബാക്കി നമ്മൾ എത്ര മെറ്റീരിയൽസ് സോർട്ട് ചെയ്തത് അവിടെ അവരെത്രയും സോർട്ട് ഔട്ട് അത് ഡിസ്പോസ് ചെയ്തു എന്ന് അവിടെ കണക്ക് കാണിക്കും. അതില് അത്രയും അവര് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു, ബാക്കി അവര് സ്റ്റെറിലൈസ് ചെയ്യാൻ എടുത്ത് അക്സെപ്റ്റ് ചെയ്ത ആ ഐറ്റംസുകൾ റെക്കോർഡ് ചെയ്യും, റെക്കോർഡിൽ വെക്കും. എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതി വെക്കും. ആഫ്റ്റർവേർഡ്സ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫർ ടു ക്ലീനിങ് ഏരിയ. കണ്ടോ, അതിനുശേഷം ഐറ്റംസ് പോകുന്നത് ഏത് ഏരിയയിലേക്കാ, ക്ലീനിങ് ഏരിയയിലേക്ക്. അപ്പൊ ഇവിടെ ചോദിക്കും, ആഫ്റ്റർ ദ ഐറ്റംസ് ആർ റിസീവ്ഡ് then afterwards the items are transferred to dash area. ഏതാ റിസീവ് ചെയ്ത അടുത്ത തൊട്ട് താഴെ വരണം. ഏത് ഏരിയയിലേക്കാ പോകുന്നത്, ക്ലീനിങ് ഏരിയയിലേക്ക്. ഓക്കെ, അപ്പൊ റിസീവിംഗ് ഏരിയയിൽ ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്യും. അതിനുശേഷം ആ ഇൻസ്ട്രുമെന്റ്സ് നെക്സ്റ്റ് ക്ലീനിങ് ഏരിയയിലേക്ക് പോകും. ഓക്കെ, വേഗം നോക്കിയേ. ഓക്കെ, ഇപ്പൊ പെട്ടെന്നൊന്ന് നമുക്ക് പറയാം.
കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇവിടെ നോക്കി. അപ്പൊ ആദ്യം പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു സിനിമ കാണുന്നവരെ മനസ്സിലേക്ക് വരിക കേട്ടോ. ഓക്കെ, ആദ്യം പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആ എക്യുപ്മെന്റ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും CSSBയിലേക്ക് കൊണ്ടുവരും. അപ്പൊ അവിടെ ഐറ്റംസ് ഈ എന്താ പറയാ ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ യൂസർ ഡിപ്പാർട്ട്മെന്റ്, ആ ഉപയോഗിച്ച ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഡീകണ്ടാമിനേഷൻ ചെയ്യും വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ഉപയോഗിച്ച് അണുവിട്ട് മാറ്റിയ അല്ലെങ്കിൽ എന്താ ഡീകണ്ടാമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് CSSBയിലേക്ക് ആ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരുന്നത്. ഇനി ഈ അക്സെപ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറഞ്ഞേക്കുന്നേ, ഒരു വിൻഡോ ഔട്ട്സൈഡ് ത്രൂ എ, പുറത്തേക്ക് തുറക്കാവുന്ന തരത്തിലുള്ള ഒരു വിൻഡോ വിത്ത് കൗണ്ടർ ഉള്ള ഒരു വിൻഡോയാണ്. അതിൽ കൂടെയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു അവര് ഈ ഐറ്റംസ് ഈ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡീകണ്ടാമിനേറ്റ് ചെയ്ത ആ ഇൻസ്ട്രുമെന്റ്സ് അവരെന്ത് ചെയ്യുന്നു, അവരവിടെ കൗണ്ട് ചെയ്യും, എന്നിട്ട് റിസീവ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യും. ഷുഡ് ബി കൗണ്ടഡ് ആൻഡ് റിസീവ്ഡ്. കൗണ്ട് ചെയ്തിട്ട് റിസീവ് ചെയ്യും. അതിന് പിന്നീട് അവരെന്ത് ചെയ്യുന്നു, അതൊന്ന് എക്സാമിൻ ചെയ്യും, പരിശോധിക്കും. അതിന് അൺഷാർപ്പൻഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ എന്തെങ്കിലും എന്ത് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്ത് കളയും. ബാക്കിയുള്ളത് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അത് റെക്കോർഡിൽ ഇത്ര എണ്ണം നമ്മൾ എടുത്തു എന്നുള്ളത് റെക്കോർഡില് രേഖപ്പെടുത്തും. അതിനുശേഷം അത് നെക്സ്റ്റ് ഏത് ഏരിയയിലേക്ക്, ക്ലീനിങ് ഏരിയയിലേക്ക് പോകും. ക്ലിയർ ആയില്ലേ റിസീവിംഗ് ഏരിയയിൽ നടക്കുന്ന കാര്യം? ഓക്കെ, ഇനി നാം നോക്കിയേ, ഇനി ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. എല്ലാവരും ഇന്ന് തന്നെ വായിച്ചു വെക്കണം, നിർബന്ധമാണ്. അത് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയണയാണ് കേട്ടോ. നോക്കിയേ, അടുത്ത് നോക്കിയേ, ക്ലീനിങ് ഏരിയ. ക്ലീനിങ് ഏരിയയിൽ എന്താ ചെയ്യുന്നേ? Here the instruments are cleaned. കണ്ടോ, അത് ക്ലീൻ ചെയ്യും. എങ്ങനെയാ? either manually or by using machine. ഒന്നില്ലെങ്കിൽ മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ, കൈ ഉപയോഗിച്ചിട്ട്, കൈ കൊണ്ട് വെറുതെ ടാപ്പ് തുറന്നിട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ മാനുവൽ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യും. അല്ലെങ്കിലോ by using മെഷീൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് ക്ലീൻ ചെയ്യും. ഓക്കെ, അത് ലാസ്റ്റ് സെന്റൻസ് അതിന്റെ പാരഗ്രാഫിന്റെ ഒന്ന് അടയാളപ്പെടുത്തിക്കോട്ടോ. അത് പറഞ്ഞതാണ് ആഫ്റ്റർ വേർഡ്സ്. അപ്പൊ റിസീവ് ചെയ്തതിനു ശേഷം ഐറ്റംസ് ആർ ട്രാൻസ്ഫർ ടു ഡാഷ് ഏരിയ, ക്ലീനിങ് ഏരിയ. ലാസ്റ്റ് സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ അവിടെ. ഇനി അപ്പൊ ക്ലീനിങ് ഏരിയയിൽ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നു, ക്ലീൻ ചെയ്യും. either manually or by using machine. കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ടോ ക്ലീൻ ചെയ്യും. For manual washing with water supply, detergents and brushes of many sizes and shapes are needed in area. അപ്പൊ എങ്ങനെയാവും മാനുവൽ വാഷിങ്ങിന് എന്ത് വേണം? വാട്ടർ സപ്ലൈ വേണം അല്ലെ, വെള്ളം വേണ്ടേ? പിന്നെ ഡിറ്റർജൻസ് വേണം, കഴുകാൻ സോപ്പൊക്കെ വേണ്ടേ? ആ ഡിറ്റർജൻസ്, സോപ്പ് പൊടിയോ അങ്ങനെയുള്ള ഡിറ്റർജൻസ് വേണം. ആദ്യം ബ്രഷസ്, പല ബ്രഷ് ഉപയോഗിച്ച് കഴുകാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബ്രഷുകൾ. ഫോർ മെനി സൈസ് ആൻഡ് ഷേപ്പ്, പല ഷേപ്പില് പല സൈസിലുള്ള ബ്രഷുകൾ. വെച്ചാൽ ചെറിയ ചെറിയ ഹോള് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ കിടക്കാവുന്ന രീതിയിൽ ചെറിയ ബ്രഷുകൾ. പിന്നെ വലിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ബ്രഷ് കൊണ്ട് കഴുകാം. അപ്പൊ നമ്മൾ ഏതാണോ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ബ്രഷുകൾ പല സൈസിലും ഷേപ്പിലുള്ള ബ്രഷുകളും ആവശ്യമാണ്. അപ്പൊ മാനുവൽ വാഷിംഗ് എന്തൊക്കെ വേണം? വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജൻസ് വേണം, ബ്രഷസ് വേണം. അതെങ്ങനെയാ? മെനി സൈസ് ആൻഡ് ഷേപ്സ്, പല സൈസിലും വലുപ്പത്തിലും ഷേപ്പിലുമുള്ള ബ്രഷുകൾ അവിടെ ആവശ്യമാണ്. ഇനി അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തത്. ഏതാണ് അവിടെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ? ഏതാണ്? അൾട്രാസോണിക് വാഷർ. സർജിക്കൽ ടൂളുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഇൻസ്ട്രുമെന്റ്, ആ മെഷീനാണ് അൾട്രാസോണിക് വാഷർ. എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഡാഷ് ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾ. ഏതാണ് പേരെന്താണ് മെഷീന്റെ? അൾട്രാസോണിക് വാഷർ. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും? അണ്ടർലൈൻ ചെയ്തോ? യെസ്, അണ്ടർലൈൻ ചെയ്തോ? യെസ്, ഒരു തപ്പിട്ടാലും മതി.
Okay, ultrasonic washer is a machine which is used for cleaning surgical tools. ആ surgical tools clean ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ultrasonic washer. It turns high frequency. ഇനി അതിനകത്ത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നേ. It turns high frequency sound waves into mechanical vibrations that make small bubbles that burst on the internal surface. അവിടെ എങ്ങനെയാ? അപ്പൊ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഈ സൗണ്ട് വേവ്സിനെ എന്താക്കും? വൈബ്രേഷൻസ് ആക്കും, മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കും. ഹൈ ഫ്രീക്വൻസിയിലുള്ള ഉയർന്ന ശബ്ദ ഫ്രീക്വൻസി തരംഗത്തിലുള്ള സൗണ്ടിനെ എന്താക്കി മാറ്റും? വൈബ്രേഷൻസ് ആക്കും, മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റും. അപ്പൊ വൈബ്രേഷൻ ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും? സ്മോൾ ബബിൾസ് കണ്ടോ, ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാവും, ബബിൾസ് ഉണ്ടാവും. അവിടെ നമ്മള് തിരമാലയൊക്കെ വരുമ്പോ ഇങ്ങനെ കുമിള ഇത് വരൂലേ, ഇങ്ങനെ ചെറിയടിച്ചൊക്കെ വരുമ്പോഴോ നമ്മളിങ്ങനെ വെള്ളം കോളമൊക്കെ ചെറിയ കുമിളകളൊക്കെ വരൂലേ, പതഞ്ഞു പൊങ്ങിയൊക്കെ വരൂലേ, അതുപോലെ ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാവും. അവിടെ വൈബ്രേഷൻ വരുമ്പോ അവിടെ എന്തുണ്ടാവും? മേക്ക് എ സ്മോൾ ബബിൾസ്. ആ വൈബ്രേഷൻസ് ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാക്കും. that burst on the internal surface. അതെന്ത് ചെയ്യുന്നു? ആ ബബിളുകള് ആ എക്യുപ്മെന്റ്സിന്റെ എന്ത് ചെയ്യുന്നു? ഇന്റേണൽ സർഫസിലേക്ക് ചെന്നിരിക്കും, burst ഇടിക്കും. അന്നേരോ of the tools and remove the waste particle. എന്നിട്ട് അവിടെ വേസ്റ്റ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യും. വാഷിംഗ് മെഷീനിലൊക്കെ തുണി ഇളക്കിയിട്ടില്ല എല്ലാവരും? അല്ലെ? വാഷിംഗ് മെഷീനിൽ ഇടുമ്പോ എങ്ങനെയാ? ആ സാധനം ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ കറങ്ങുമ്പോഴല്ലേ, ആ കറങ്ങി വരുമ്പോഴാണ് നമ്മൾ ആ തുണിയിലുള്ള അഴുക്കുകളൊക്കെ പോണേ, അല്ലേ? വെറുതെ വെള്ളം ഒഴിച്ച് മെഷീനിലിട്ട് അഴുക്ക് പോകുമോ? അത് ശക്തിയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നമ്മൾ ആ ഇങ്ങനെ ഇത് ആ വെള്ളത്തിന്റെ ആ ഫോഴ്സ് അല്ലെ, അതുകൊണ്ടാണ് നമുക്ക് ആ തുണിയിലെ അഴുക്ക് പോണത്, അല്ലെ? അങ്ങനെയല്ലേ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുമ്പോ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവിനെ വൈബ്രേഷൻ, മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കും. വൈബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാകും. ആ ബബിൾസ് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ എക്യുപ്മെന്റ്സിന്റെ ഇന്റേണൽ സർഫസിൽ ചെന്ന് ആ കുമിളകൾ ചെന്ന് ഇങ്ങനെ തട്ടും, ഇടിക്കും. അപ്പോഴെന്ത് ചെയ്യുന്നു? ആ ടൂൾസിൽ നിന്നുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് അൾട്രാസോണിക് വാഷർ മെഷീൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിലോ മാനുവലി നമ്മൾ സാധാരണ നമ്മൾ തുണി അലക്കൂലേ, സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് അതുപോലെ നമുക്ക് തന്നെ കഴുകാം. ഓക്കെ, എങ്ങനെയാ? വാട്ടറും ഡിറ്റർജൻസും പലതരത്തിലുള്ള ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് തന്നെ കൈ കൊണ്ട് കഴുകാം. അല്ലെങ്കിൽ അവിടെ അൾട്രാസോണിക് വാഷർ മെഷീൻ അവിടെ ഉപയോഗിക്കാം. ഇനി ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ് ചെയ്തതിനു ശേഷം എന്താ പറ്റുന്നത്? they dried in oven dryer വെച്ചിട്ട് ഡ്രൈ ചെയ്യും. അത് എന്ത് ചെയ്യുന്നു? ഉണക്കുന്നു. ആൻഡ് ട്രാൻസ്ഫർ ടു പാർക്കിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അണ്ടർലൈൻ ചെയ്തിട്ട് ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് they are dried in oven dryer and transferred to dash area. ഏത് ഏരിയയിലേക്ക് പോണേ? ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം, വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ടൂൾസുകൾ വാഷ് ചെയ്തു, ഡ്രൈ ചെയ്തു, അതിനുശേഷം നെക്സ്റ്റ് ട്രാൻസ്ഫർ ടു പാർക്കിംഗ് ഏരിയ. നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകുന്നത് പാർക്കിംഗ് ഏരിയ. രണ്ട് ഏരിയ പഠിച്ചില്ലേ? റിസീവിംഗ് ഏരിയ പഠിച്ചു, ക്ലീനിങ് ഏരിയ പഠിച്ചു. മൂന്നാമത്തത് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്തത് പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നോക്കിയേ, ഈ പാരഗ്രാഫ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എന്താന്നുള്ളത് ക്ലിയർ ആയോ? യെസ്. ആരും അതിന്റെ ഇടയ്ക്ക് ഒന്നും ചോദിച്ചില്ല, വേറെ മറുപടി ഒന്നും പറഞ്ഞില്ല. നമ്മൾ ആ ഫ്ലോയിൽ തന്നെ പറഞ്ഞു പോയി, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റൂലേ അങ്ങനെ വരുമ്പോൾ? അതാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മെസ്സേജിന് മറുപടി പറയുമ്പോൾ ഇവിടെ പറഞ്ഞതിന്റെ ഫ്ലോ പോകും. അപ്പൊ നിങ്ങൾക്ക് ആ ഫ്ലോ കിട്ടൂല. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചോ അതിനുള്ള മെസ്സേജിന് മറുപടി പറയാം. അല്ലാതെ നമുക്ക് എല്ലാ മെസ്സേജും ഒരു വായിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫ്ലോ കിട്ടൂല. അപ്പൊ കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നമ്മൾ ഈ പാരഗ്രാഫ് ആദ്യം മുതൽ ഓർഡർ ആയിട്ട് കറക്റ്റ് ഫ്ലോയിൽ പറഞ്ഞു പോയപ്പോ പെട്ടെന്ന് നമുക്ക് കിട്ടി. അതാണ്. അപ്പൊ ടൂള് വാഷ് ചെയ്തിട്ട് ട്രൈ ചെയ്തു, ഓവൻ ഡ്രയറിൽ ട്രൈ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ പാർക്കിംഗ് ഏരിയയിലേക്ക് നേരെ പോകുന്നു. ഇനി പാർക്കിംഗ് ഏരിയകൾ എന്താ ചെയ്യണേ നോക്കി. പാർക്കിംഗ് ഏരിയ cleaned and dried instruments are packed before sterilization. Okay, എന്താ പറഞ്ഞേക്കുന്നേ? ക്ലീൻ ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്. ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ പാക്ക് ചെയ്യുന്ന പറഞ്ഞേക്കണേ. ആ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ, സ്റ്റെറിലൈസേഷന് മുന്നേ പാക്ക് ചെയ്യും. മനസ്സിലായില്ലേ?
cleaned and dried instruments are packed before sterilization. Sterilization ചെയ്യുന്നതിന് മുന്നേ അത് പാക്ക് ചെയ്യും. എന്തിനാ? So that they are not tainted while handling after they are sterilized. Sterilize ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് പിടിച്ചാൽ വീണ്ടും അത് മലിനമാകൂലേ, കണ്ടാമിനേറ്റ് ആവൂലേ? സ്റ്റെറിലൈസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് അത് നമ്മൾ വീണ്ടും നമ്മുടെ കൈ കൊണ്ട് ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും മലിനമാകും. സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ നേരിട്ട് അതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. സ്റ്റെറിലൈസ് ചെയ്ത ഫിറ്റേഴ്സോ ഏത് എക്യുപ്മെന്റ്സ് ആണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ നേരിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ നല്ല തിരി പാക്ക് ചെയ്തിട്ടാണ് ആ പാക്കിംഗ് പാടെയാണ് അതിലേക്ക് വെച്ചു കൊടുക്കുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുക. പിന്നെ ആരും അതുകൊണ്ട് ഡയറക്റ്റ് പിടിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തതിന് പ്രയോജനം ഉണ്ടാവില്ല. അതിനകത്ത് അങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട്. So that they are not tainted by handling after they sterilize. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈൻഡ് ആവും, മലിനമാകും. അത് ആകാതിരിക്കാനാണ്. They are not tainted by handling after they sterilize. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഹാൻഡിൽ ചെയ്ത അത് ടൈൻഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കും. Most of the items are packed in tray which are covered with a double layer of cotton cloths. Double layer എങ്ങനെയാണ് പാക്ക് ചെയ്യണേ നോക്കി? ആ ട്രേയില് നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് ആ ഓരോ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതെങ്ങനെ കവർ ചെയ്യുന്നേ? കവേർഡ് വിത്ത് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്. ഡബിൾ ലെയർ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് പേപ്പർ എൻവലപ്പ്, പേപ്പർ കവറുകള് ആർ ഓൾസോ അവൈലബിൾ. ഏതാണോ അവൈലബിൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു? അത് പാക്ക് ചെയ്യും. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ eating or sterilization. അവിടെ ഒരു ഇതുണ്ട്, പ്ലാസ്റ്റിക് ബാഗ്സ്. പ്ലാസ്റ്റിക് ബാഗുകള് നമ്മള് എന്താണ് അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, എഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി എന്നുണ്ട്. അത് അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തേ കേട്ടോ. അതായത് ഫലപ്രദമായിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ളത്, ബട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ടൈപ്പ് അതാ ഉദ്ദേശിക്കുന്നത്. കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ നമുക്ക് പേപ്പർ എൻവലപ്പോ ഏതാണോ അവൈലബിൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുക? അത് നേരെ പാക്ക് ചെയ്ത് വെക്കുക. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ eating or sterilization. ഇനി നമ്മുടെ ETO അത് നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടോ, താഴെ ഡീറ്റെയിൽ പഠിക്കാണ്ട്. എഥിലിൻ ഓക്സൈഡ് മിഷീൻ, അതാണ് ETO, എഥിലിൻ ഓക്സൈഡ് മിഷീൻ, ETO എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞ ഗ്യാസ് ആണ്, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. അതിന് നമ്മൾ പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിക്കാം. വേറെ ചൂടൊന്നും ആകൂല്ലോ. ഗ്യാസ് വഴി സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് വരേണ്ട ആവശ്യമില്ല, ചൂട് വരൂല. അപ്പൊ അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ബാഗ് അവിടെ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ eating or sterilization. അണ്ടർലൈൻ ചെയ്തിട്ട് eating or sterilization ഏതാ? പ്ലാസ്റ്റിക് ബാഗുകളാകാം. ഓക്കെ, പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ eating or sterilization. അവിടെ സീലിംഗ് മെഷീനും യൂസ് ചെയ്യുന്നത്, സീൽ ചെയ്യാനായിട്ട്. ഓക്കെ, അത് സീൽ ചെയ്ത് വെക്കാൻ സീലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, ഇനി പാക്ക് ചെയ്തു സീൽ ചെയ്തു, പാക്ക് ചെയ്തു സീൽ ചെയ്തു, ഇൻസ്ട്രുമെന്റ്സ് എങ്ങോട്ട് പോകുന്നു? ആ ട്രാൻസ്ഫേർഡ് ഫോർ സ്റ്റെറിലൈസേഷൻ. പാക്ക് ചെയ്ത് സീൽ ചെയ്തിട്ട് നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? അത് പാക്ക് ചെയ്ത് സീൽ ചെയ്തിട്ട് അത് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകും. ഇവിടെ നമ്മൾ പറഞ്ഞത് പാക്കിംഗ് ഏരിയയിൽ പറഞ്ഞ എന്താണ്? ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പാക്ക് ചെയ്യും, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ പാക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അത് കണ്ടാമിനേറ്റഡ് ആവും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് പാക്ക് ചെയ്യും. അത് പാക്ക് ചെയ്യണ എങ്ങനെയാണ്? നമ്മൾ സ്റ്റീൽ സ്റ്റെറിലൈസേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ് അല്ലെങ്കിൽ പേപ്പർ എൻവലപ്പ് ഓൾസോ അവൈലബിൾ. ഏതാണോ അവൈലബിൾ അതനുസരിച്ച് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട്, കോട്ടൺ ഒക്കെ ആകുമ്പോൾ ചൂടടിച്ചാലും കുഴപ്പമില്ലല്ലോ. കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ പേപ്പർ കവറുകൾ, എൻവലപ്പ് വെച്ച കവറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് പാക്ക് ചെയ്യുന്നത്. ഇനി പ്ലാസ്റ്റിക് ഐറ്റംസ്, പ്ലാസ്റ്റിക് ബാഗാണ് എഥിലിൻ ഓക്സൈഡ് ETO സ്റ്റെറിലൈസേഷന് ഉപയോഗിക്കുന്നത്. അവിടെ ഗ്യാസ് ആണ്, അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവിടെ നമുക്ക് കവർ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം, പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിക്കാം. പൊതിയാനായിട്ട് അവിടെ പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിക്കാം. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, പാക്കിംഗ് സീലിംഗ് കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെന്റ്സ് പോകുന്നത് എങ്ങോട്ടാണ്? സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടെ നോക്കിയേ, സ്റ്റെറിലൈസേഷൻ ഏരിയ. അപ്പൊ നാലാമത്തെ ഏരിയ സ്റ്റെറിലൈസേഷൻ ഏരിയ. സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ either of two methods. എത്ര മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞേ?
CSST രണ്ട് മെത്തേഡിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. Sterilization is done by either of two methods. ചോദിക്കാം എത്ര മെത്തേഡാണ്? Two methods. ഓപ്ഷൻസ് തരും 3, 4, 5 അങ്ങനെയൊക്കെ തരാം ഓപ്ഷൻ. എത്ര മെത്തേഡ് വഴിയാണ്? രണ്ട് മെത്തേഡിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റീം വഴി ചെയ്യാം, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാം. രണ്ടാമത്തെ ഗ്യാസ് വഴി സ്റ്റെറിലൈസ് ചെയ്യാം, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ഇനി നോക്കിയാൽ ഓട്ടോക്ലേവ് ആണ് പറയുന്നത്. ഓട്ടോക്ലേവ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. സ്റ്റീം വഴിയാണ് ഓട്ടോക്ലേവില് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇവിടെ ആ പടം ഒന്ന് നോക്കി നിങ്ങൾ കണ്ടോ? പ്രഷർ കുക്കർ പോലെ പല ടൈപ്പ് ഓട്ടോക്ലേവ് തന്നേക്കണേ. ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ് ഉണ്ട്, സിമ്പിൾ ഓട്ടോക്ലേവ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ്, പല തരത്തിലുള്ള ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ്? പ്രഷർ കുക്കർ അല്ലെങ്കിൽ അതുപോലെ ഇത് ബോക്സ് പോലെ പല ടൈപ്പ് ഉണ്ട്. ഇരിക്കുന്ന ഒരു മെഷീനാണ്. എന്താണ്? സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ എന്താണ് നമ്മള് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ. അത്ര മനസ്സിലാക്കി വെക്കുക കേട്ടോ. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, കൾച്ചർ മീഡിയ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ്. ഇനി ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ഓർക്കണം കേട്ടോ. അപ്പൊ ഓർക്ക സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോക്ലേവിൽ ഏത് വഴിയാ സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ? ഏത് വഴിയാ? സ്റ്റീം. ചൂടാ, നീരാവി ഉപയോഗിച്ചിട്ട് ചൂട് തിളപ്പിച്ച് സ്റ്റീം വഴിയാണ് ഇവിടെ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. പ്രഷർ കുക്കറിൽ അങ്ങനെയല്ലേ? സ്റ്റീം വഴിയല്ലേ നമ്മുടെ സാധനങ്ങളൊക്കെ വേണ്ടത് അല്ലേ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ കുക്കർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ തിളയ്ക്കുമ്പോൾ അത് സ്റ്റീം വന്ന് അങ്ങനെയാണ് അത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. നോക്കി ഇവിടെ അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ അവിടെ കാണിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. നോക്കി അന്നേരം നിങ്ങൾക്ക് ക്ലിയർ ആവും അവിടെ. ഓട്ടോക്ലേവ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. Steam under pressure is the most affordable method of sterilization. Affordable എന്ന് വെച്ചാൽ താങ്ങാവുന്നത് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു നമ്മൾ കോസ്റ്റ് ഫ്രണ്ട്ലി അങ്ങനെ പറയാം. കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ഏതാണ്? ഓട്ടോക്ലേവ് ആണ്. Steam sterilization. Steam under pressure is the most affordable method of sterilization. Sterilization ഏറ്റവും താങ്ങാവുന്ന കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ആണ് ഓട്ടോക്ലേവ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. Okay, autoclave produce steam at a temperature 121 degrees centigrade. Okay, എത്ര ഡിഗ്രിയാ? 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. കണ്ടോ? നമ്മുടെ നമ്മള് വെള്ളം തിളയ്ക്കാൻ വേണ്ടി എത്ര ഡിഗ്രി വേണം? എത്ര ഡിഗ്രിയിലാണ് ചെയ്യുന്നത്? വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി അല്ലേ? കണ്ടോ? ഇത് നോക്കി ഇവിടെ എത്ര ഡിഗ്രിയാ? 121 ഡിഗ്രിയിലാണ് ഇത് ചെയ്യുന്നത്. Autoclave produce steam at a temperature of 121 degrees centigrade. 121 degree centigrade under 15 pounds of pressure. Pound എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ്. വെയിറ്റ് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് പൗണ്ട് എന്ന് പറയുന്നത്. പൗണ്ട് മെഷറിംഗ് വെയിറ്റ്, യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ് അതാണ് പൗണ്ട്. ഒരു പൗണ്ട് എന്ന് പറഞ്ഞ ഏകദേശം 454 ഗ്രാംസ് വരും കേട്ടോ. ഏകദേശം ഒരു 454 ഗ്രാം ആണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 454 ഗ്രാമോളം വരും. അപ്പൊ അവിടെ എങ്ങനെയാ ചെയ്യുന്നേ? ടെമ്പറേച്ചർ എത്രയാ? 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 പൗണ്ട്സ് ഓഫ് പ്രഷറിലാണ് അവിടെ എന്താണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇതിന് എത്ര സമയം വേണം നോക്കിയേ? ഇൻ ദിസ് പ്രോസസ് 20 minutes is needed to sterilize. സ്റ്റെറിലൈസ് ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? 20 മിനിറ്റ് വേണം അതിന് സ്റ്റെറിലൈസ് ചെയ്യാൻ. ആ ടെമ്പറേച്ചർ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഓട്ടോക്ലേവിൽ ഏത് ഇതാണ് ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി, ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. 3 ഓപ്ഷൻ ഇട്ടിട്ട് കേട്ടോ. അപ്പൊ എപ്പോഴും നോക്കാം ഓട്ടോക്ലേവില് ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി ആണ്. അറിയാലോ, വെള്ളം തിളയ്ക്കാൻ നമുക്കറിയാം 100 ഡിഗ്രി ആണ്. ഇത് 100 ഡിഗ്രിയിൽ കൂടുതലാണ് വരുന്നത് ഓട്ടോക്ലേവില്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി. അതായത് എത്ര ഡിഗ്രി വരെ ഇവിടെ? 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 പൗണ്ട്സ് ഓഫ് പ്രഷറില് 20 മിനിറ്റ് വേണം സ്റ്റെറിലൈസ് ചെയ്യാൻ. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ്
എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO. അവിടെ ഏതാണ്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. ഗ്യാസ് വഴിയാണ് ഇവിടെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സ്റ്റീം ഒന്നുമല്ല, ഗ്യാസ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. This method is primarily used for heat responsive and moisture responsive material like cardiac catheter. Catheter എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഈ നമ്മള് കാത്ത് ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ബ്ലോക്ക് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു എന്താ പറയാ ഒരു പ്ലാസ്റ്റിക് ട്യൂബ്, അതിന്റെ ടിപ്പില് ഒരു ചെറിയ നീഡിലൊക്കെ ഉള്ളത് ആണ് കാത്തീറ്റർ എന്ന് പറയുന്നത്. ഇനി വരുന്ന ഇതിനകത്ത് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ചെറിയ കാത്തീറ്റർ എന്ന് പറഞ്ഞ കാത്ത് ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതൊന്നൊരു ചെറിയ ട്യൂബ്, അതിന്റെ ടിപ്പില് ഒരു നീഡിലൊക്കെ വരുന്നതാണ്. നിങ്ങൾക്ക് ഫോണിൽ നോക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിന്റെ പിക്ചറുകൾ കാണാം. കാത്തീറ്റർ എന്ന് അടിച്ചു കൊടുത്താൽ മതി, കാർഡിയാക് കാത്തീറ്റർ. അത് നമ്മൾ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആ സാധനം നമ്മുടെ ഏരിയയിൽ കൂടെ ഇങ്ങനെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ ബ്ലോക്ക് ഉണ്ടാവുന്നൊക്കെ നോക്കാനും അതിന്റെ ഉള്ള ആൻജിയോഗ്രാമും ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇനി ആ സമയത്ത് ഞാൻ പറയാം. ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. പ്ലാസ്റ്റിക് ഐറ്റംസ്, കാർഡിയാക് കാത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ് ആൻഡ് എൻഡോസ്കോപ്പ്. ഇതൊക്കെ എന്ത് ചെയ്യാനാണ്? നമ്മള് ഇതെല്ലാം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. ദിസ് മെത്തേഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഹീറ്റ് റെസ്പോൺസീവ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽ ലൈക്ക് കാർഡിയാക് കാത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ് ആൻഡ് എൻഡോസ്കോപ്പ്. കാത്തീറ്റർ, പ്ലാസ്റ്റിക് സാധനങ്ങളിൽ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്പ്. പ്ലാസ്റ്റിക് ആണ്. മറ്റുള്ള പ്ലാസ്റ്റിക് ഐറ്റം ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഏത് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. പ്ലാസ്റ്റിക് സാധനമൊക്കെ സ്റ്റീം ചെയ്ത് ഒരിക്കും പോലെ, അതുകൊണ്ട് ഇറ്റ് ഈസ്. അപ്പൊ അതിനകത്ത് ഇവിടെ ചോദിക്കാം, which of the following sterilization method is used to sterilize heat responsive and moisture responsive material? അങ്ങനെ ചോദിക്കാം. ഏത് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അതിനകത്ത് ETO എന്നാണ് ആൻസർ. ഓപ്ഷൻ ഇപ്പൊ നമുക്ക് തരികയാണ് ഓട്ടോക്ലേവ്, ETO, ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് തരികയാണെങ്കിൽ നമുക്ക് ETO എന്ന് എഴുതാം. ഇനി അവിടെ ഗ്യാസ് ആണ്. ഇതിനകത്ത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഓർ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്നാണ് ഓപ്ഷന്. അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ് എന്നൊക്കെ ആണെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്ന് എഴുതാം കേട്ടോ. അവിടെ ഓപ്ഷൻ നോക്കിയിട്ട് എഴുതുക. ETO എന്നാണ് കിടക്കുന്നതെങ്കിൽ ETO എന്ന് തന്നെ എഴുതുക കേട്ടോ. ഇതിന് ഓക്സൈഡ് മെഷീൻ. ഇനി സ്റ്റെറിലൈസേഷൻ അവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷനോ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്നാണ് ഓപ്ഷൻ കിടക്കണമെങ്കിൽ കെമിക്കൽ ഗ്യാസ് ആണെന്ന് ഓർക്കുക. മനസ്സിലായില്ലേ? ഗ്യാസ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ. ഇത് വളരെ കോസ്റ്റ്ലി ആണ്. ആൻഡ് യൂസ് പോയ്സണസ് ഗ്യാസ് ഡ്യൂ ടു it is necessary to make sure that these items are to be free of gas molecules before using them on a patient. എന്താണ്? ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ. ഇത് നല്ല വില കൂടിയ മെഷീനാണ്. പിന്നെ അതിനകത്തുനിന്ന് വരുന്നത് ഈ ഗ്യാസ് അല്ല ഉപയോഗിക്കുന്നത്, അവിടെ പോയ്സണസ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതാ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത ഈ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലേ, അത് പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ അത് ഗ്യാസ് ഫ്രീ മോളിക്യൂൾ, അത് ആ ഗ്യാസ് ഒക്കെ ഫുള്ള് ഫ്രീ ആയിട്ടുണ്ടോ അതെല്ലാം നല്ല നീറ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് അത് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതായത് പോയ്സണസ് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ? ഇറ്റ് ഈസ് നെസസറി. നമ്മൾ ഉറപ്പുവരുത്തണം, ഇത് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ്, നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ദ ഐറ്റംസ് ആർ ടു ബി ഫ്രീ ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ആ ഗ്യാസ് മോളിക്യൂൾ, എല്ലാ ഗ്യാസ് മോളിക്യൂളും എല്ലാവരും അതിൽ നിന്ന് ഫ്രീ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നോക്കിയേ, ബിഫോർ യൂസിങ് ദം ഓൺ എ പേഷ്യന്റ്, പേഷ്യന്റ് ഉപയോഗിക്കുന്ന മുൻപ്. ദ എൻറ്റയർ സൈക്കിൾ മേ ടേക്കൺ അപ് ടു 8 to 12 hours. എത്ര സമയം വേണം നോക്കിയേ? ആ സൈക്കിൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? 8 to 12 hours. 8 മുതൽ 12 മണിക്കൂർ വരെ വേണം അത് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാൻ. ഓട്ടോക്ലേവിൽ എത്ര സമയം പറഞ്ഞേ? നമ്മള് 20 മിനിറ്റ് മതി എന്നാ പറഞ്ഞേ. ഇവിടെ നോക്കിയേ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനോ ഒരു സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാനായിട്ട് 8 മുതൽ 12 മണിക്കൂർ വരെ വേണം. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കി.
ഓക്കെ, കിട്ടിയില്ലേ അത്? കെമിക്കൽ ഗ്യാസ് അവിടെ പ്ലാസ്റ്റിക് ഐറ്റംസ്, കാത്തീറ്റർ, എൻഡോസ്കോപ്പ് മുതലായ ഹീറ്റ് സെൻസിറ്റീവ്, അതായത് ചൂടടിച്ചാല് ചീത്തയാകുന്ന തരത്തിലുള്ള ഐറ്റംസുകൾ, അങ്ങനെയുള്ളത് സ്റ്റെറിലൈസ് ചെയ്യാൻ നമ്മൾ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഹൈലി കോസ്റ്റ്ലി മെഷീൻ ആണ്, അവിടെ ഒരു പോയിസണസ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ഉറപ്പുവരുത്തണം? റബ്ബർ ട്യൂബ് ആണോ കാത്തീറ്റർ? അല്ല. അതെന്ന് വെച്ചാൽ ഒരു, നിങ്ങൾക്കത് ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കാർഡിയാക് കാത്തീറ്റർ ഒന്ന് അടിച്ചു കൊടുത്ത് കറക്റ്റ് അതിന്റെ പിക്ചർ കിട്ടും. അതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ട്യൂബ് അതിന്റെ ടിപ്പിൽ ഒരു നീഡില് പോലെ സംഭവമാണ് കാത്തീറ്റർ. കാത്ത് ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കാർഡിയാക് കാത്തീറ്റർ. ബ്ലോക്ക് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിലിലേക്ക് ആ സാധനം കയറ്റി വിടുക ചെയ്യുന്നത്. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ, എപ്പോഴും ഫോണൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ അല്ലെ, ഇഷ്ടംപോലെ ഫോൺ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം, ഗൂഗിളിൽ കയറി ഒന്ന് നോക്കാം കേട്ടോ. കാർഡിയാക് കാത്തീറ്ററിന് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ പിക്ചർ സ്ഥിരം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ട് ചൂടടിച്ചാൽ ചീത്തയായി പോകുന്ന ഐറ്റംസുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. അതിന്റെ സൈക്കിൾ കൂടുതലാണ്. ഓക്കെ, 8 മുതൽ 12 അവേഴ്സ് വരെ വരും. ഇനി ഒരെണ്ണം കൂടി അതിനകത്ത് പറയുന്നുണ്ട്, നമുക്ക് ഫ്ലാഷ് സ്റ്റെറിലൈസർ. This machine is largely used in operation theatre for emergency purpose. ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ, ഏതാണ്? അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. കിട്ടിയോ? This machine is largely used in operation theatre for emergency purposes. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സർജറി ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് അത് എടുക്കണമെങ്കിൽ സിസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്ത് അവിടെ തന്നെ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്തതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ അതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. പേര് പോലെ തന്നെ ഫ്ലാഷ് പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഇത് എവിടെ ഉപയോഗിക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസ് ആയിട്ട്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവിടെ കുറെ നേരമൊക്കെ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ 8 മുതൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അത്രയും നേരം വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലാഷ് സ്റ്റെറിലൈസർ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ആദ്യത്തെ chemical gas sterilization first line underline ചെയ്തിടണം കേട്ടോ. This method is primarily used for heat responsive and moisture responsive material like the cardiac catheter, plastic item, endoscope എന്നുള്ള ആ ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം. ഇനി നോക്കിയ ഫ്ലാഷ് സ്റ്റെറിലൈസറിൽ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം. This machine is largely used in operation theatre for emergency purposes. This is a special type of autoclave. ഇത് ഓട്ടോക്ലേവ് പോലെ തന്നെയാണ് കേട്ടോ. ഇത് പ്രത്യേക തരത്തിലുള്ള ഒരു ഓട്ടോക്ലേവ് ആണ്. This is a special type of autoclave that has a very short sterilization cycle. Sterilization cycle അവിടെ കുറവാ. അത് കുറച്ച് സമയം കൊണ്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അബൌട്ട് 3 to 4 minutes. സമയം നോക്കിയേ, എത്ര സമയം വേണം? കണ്ടോ, കുറച്ച് സമയം മതി. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. Its ability to rise the temperature. നോക്കിയേ, ടെമ്പറേച്ചർ അവിടെ കൊടുക്കാം 132 degree centigrade. നമുക്ക് 3-4 മിനിറ്റ് കൊണ്ട് എമർജൻസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. കിട്ടിയോ? This machine is largely used in operation theatre for emergency purposes. അത് ആ ലൈൻ അണ്ടർലൈൻ ചെയ്തില്ല. എമർജൻസി ആയിട്ട് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ പെട്ടെന്ന് ഈ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്തതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. അവിടെ ഓട്ടോക്ലേവ് ഒന്നും പറ്റൂല. അവിടെ ഉപയോഗിക്കുന്ന ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കുറവാണ്. വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ about 3 to 4 minutes. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ടെമ്പറേച്ചർ നോക്കി പക്ഷെ എത്രയാണ്? ഓട്ടോക്ലേവിനേക്കാൾ കൂടുതലാണ് 132 degree centigrade. ഓക്കെ, അപ്പൊ അത്രയും 4 ഏരിയ നമ്മൾ ഫങ്ഷണൽ ഏരിയ ആണെന്ന് പഠിച്ചത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസേഷൻ ഏരിയ. കിട്ടിയോ? 4 ഏരിയ ഓക്കെ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ,
ഓക്കെ ആണോ? എസ് ശില്പ, സൗമ്യ, ബിന്ദു ഒക്കെ തമ്മിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിജ, ഓക്കെ, ഓരോരുത്തർ വരുന്നുണ്ട്. ഓക്കെ ആണ്. അപ്പൊ ഇത്രയും അടുത്ത ക്ലാസ്സിലേക്ക്. ഇനി നമുക്ക് ഏതാണ് ഇതിന്റെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് മൺഡേ അല്ലേ വരുന്നത്. അപ്പോഴത്തേക്ക് മറന്നു പോരുത് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് അടുത്തത് സ്റ്റോറേജ് ഏരിയയിലേക്ക് പോകാം അടുത്ത ക്ലാസ്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.